നമുക്കാർ നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു. അങ്ങനെ പറഞ്ഞ സങ്കീർത്തനക്കാരൻ പിന്നീട് പറയുന്ന വാക്കിങ്ങനെയാണ്: യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഞാൻ അവന് പാട്ടുപാടും. ആ പറഞ്ഞ സങ്കീർത്തനക്കാരൻ 23-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. 34-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്: ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. അങ്ങനെ പറഞ്ഞ സങ്കീർത്തനക്കാരൻ 84-ാം സങ്കീർത്തനത്തിൽ പറയുകയാണ്: നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കുകയില്ല. അടുത്ത സങ്കീർത്തനത്തിലേക്ക് വന്നപ്പോൾ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, 103-ാം സങ്കീർത്തനം 5-ാം വാക്യം: നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തും. അതിനുശേഷം 128-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്: നിന്റെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. 16-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞവസാനിപ്പിക്കുന്നത്: ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. എന്തെല്ലാം നന്മകൾ നമുക്ക് ഈ ഭൂമിയിലുണ്ടെങ്കിലും നമ്മുടെ കർത്താവായ, വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവാണ് നമ്മുടെ ഏറ്റവും വലിയ നന്മ.